സ്നേഹമുള്ള കലാസ്നേഹികളെ, സെന്റ് തോമസ് യൂണിറ്റും സെന്റ് ജോസഫ് യൂണിറ്റും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു എളിയ കലാരൂപം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു. ഇതിലുണ്ടാവുന്ന തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഊസ് ദേശത്ത് താമസിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനായിരുന്നു ഇയ്യോബ് എന്ന ജോബ്. ദൈവവിശ്വാസിയും നിഷ്കളങ്കനുമായിരുന്ന ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ അനുവാദത്തോടെ സാത്താൻ ശ്രമിക്കുന്നു. സാത്താൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ ഇയ്യോബ് നടത്തുന്ന പരിശ്രമങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ സംയുക്ത വാർഷികത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇയ്യോബിൻ്റെ പുസ്തകം. കൊള്ളാം, നീ വളരെ മനോഹരമായി പാടുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നിന്റെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭാരവും അലിഞ്ഞില്ലാതായതുപോലെ തോന്നുന്നു. അങ്ങ് എന്നെ കളിയാക്കിയതാണല്ലേ? ഇനി നിങ്ങൾ നിർബന്ധിച്ചാലും ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടുകയില്ല. ഏയ്, ഞാൻ കളിയാക്കിയതൊന്നുമല്ല. നിന്റെ പാട്ട് വളരെ മനോഹരമായിരുന്നു. അല്ലെങ്കിലും മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ തോന്നും. അങ്ങനെ തന്നെയല്ലേ എൻ്റെ പ്രിയതമേ? ഇന്നെന്താ അങ്ങ് വളരെ സന്തോഷത്തിലാണല്ലോ? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നീ അറിഞ്ഞോ, നമ്മുടെ ആട്ടിൻപറ്റങ്ങളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. മറ്റുള്ള മൃഗങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. ഇനി കൂടുതൽ സേവകരെ നിയമിക്കേണ്ടി വരും. എല്ലാം യഹോവയുടെ അനുഗ്രഹം. അങ്ങ് മറ്റുള്ളവരോട് എത്ര കാരുണ്യത്തോടെയും സ്നേഹത്തോടെയുമാണ് പെരുമാറുന്നത്. ദൈവനീതിക്കനുസരിച്ചാണ് അങ്ങ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് യഹോവ നമ്മളെ ഇത്രയും സന്തോഷവും സമ്പത്തും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. എല്ലാവരും ഉണ്ടല്ലോ. ഇന്നെന്താ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം? ആഹാ, എല്ലാവരും എത്തിയല്ലോ. ഇന്നിവളുടെ പിറന്നാളാണ്. നമുക്കിത് ആഘോഷിക്കണ്ടേ? തീർച്ചയായും, ഇതൊക്കെയല്ലേ ആഘോഷിക്കേണ്ടത്. സേവകരെ, നിങ്ങൾ പോയി എല്ലാവർക്കും നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക. ഏറ്റവും മുന്തിയ വീഞ്ഞുകൾ തന്നെ വേണം വിളമ്പാൻ. നമ്മുടെ എല്ലാ ദാസന്മാരെയും ദാസിമാരെയും വിളിച്ചുകൊണ്ട് വരിക. അവരും ആഘോഷിക്കട്ടെ. എങ്കിൽ ശരി, നിങ്ങൾ എത്രയും വേഗം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. കുട്ടികളെ, നിങ്ങൾ പാട്ടും നൃത്തവും തുടങ്ങിക്കൊള്ളൂ. ഇന്ന് നമ്മൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. ഇനി നമ്മൾക്ക് ഉദ്യാനത്തിലേക്ക് പോവാം. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ആഘോഷങ്ങളൊക്കെ അവിടെയാകാം. ദൈവത്തിന്റെ ദൂതന്മാർ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ.
അതിനർത്ഥം ദൈവം ഇന്നൊരു സഭ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഏതായാലും അങ്ങോട്ട് തന്നെ പോകാം. ദൈവം അവർക്ക് എന്ത് കൽപ്പനയാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാമല്ലോ. സാത്താൻ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? നീ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഭൂമിയിലെല്ലാം ചുറ്റി നടന്നു. ഭൂമിയിലെ മനുഷ്യർ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുന്നു. അവർക്ക് അങ്ങയിലുള്ള വിശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പകുതിയിലേറെ മനുഷ്യരും ഞാൻ പറയുന്നത് കേൾക്കുന്നു. നീ എന്റെ ദാസനായ ഇയ്യോബിനെ കണ്ടിരുന്നു. അവനെ പോലെ നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നും അകന്നു നിൽക്കുന്നവനുമായ ആരും തന്നെ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ അവനെ സ്പർശിക്കുവാൻ നിനക്ക് സാധിക്കില്ല. ഞാൻ അവനെയും കണ്ടിരുന്നു. പക്ഷേ എനിക്ക് അവന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. അങ്ങ് അവന് ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അവനും അവന്റെ കുടുംബത്തിനും സംരക്ഷണത്തിന്റെ വേലിക്കെട്ടുകൾ തീർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങേ ആരാധിക്കുന്നത്. അവന്റെ സമ്പത്തും അവനുള്ളതെല്ലാം അങ്ങ് തിരിച്ചെടുത്താലും അവന്റെ അടുത്തെത്താൻ എന്നെ അനുവദിച്ചാലും എല്ലാം നഷ്ടമായി കഴിഞ്ഞാൽ അവൻ അങ്ങേ തള്ളിപ്പറയും, കുറ്റപ്പെടുത്തും. അവൻ എൻ്റെ പ്രിയപ്പെട്ട ദാസനാണ്. എങ്കിലും അവനെ നീ പരീക്ഷിച്ചു കൊള്ളുക. എന്നാൽ നീ ഒരിക്കലും അവന്റെ ദേഹത്ത് തൊടരുത്. യോബ്, നിന്റെ കപടഭക്തി ഞാൻ ഇന്ന് പുറത്തു കൊണ്ടുവരും. ദൈവത്തിന് നിന്നിലുള്ള അമിത വിശ്വാസം ഞാൻ ഇന്ന് തകർക്കും. യോബ്, നീ ഒരു സാധാരണ മനുഷ്യനാണ്. എന്നെ ജയിക്കാൻ നിനക്കാവില്ല. നിന്റെ സമ്പത്തുകൾ ഓരോന്നായി ഞാൻ ഇല്ലാതാക്കും. എന്തു പറ്റി? എന്താണ് ഉണ്ടായത്? പ്രഭു, നമ്മുടെ കാളകളെയും കഴുതകളെയും ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ച് കടത്തിക്കൊണ്ടുപോയി. എന്നെ ഒഴിച്ച് മറ്റെല്ലാ ദാസന്മാരെയും അവർ കൊന്നു കളഞ്ഞു. എന്ത്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രക്ഷിക്കണേ, രക്ഷിക്കണേ! ദൈവം അഗ്നി വർഷിച്ച് അവിടെ ഉണ്ടായിരുന്ന ആടുകളെയും ദാസന്മാരെയും കത്തിച്ച് ദഹിപ്പിച്ചു കളഞ്ഞു. ഞാൻ മാത്രം രക്ഷപ്പെട്ട് ഓടിപ്പോന്നു. യഹോവേ, ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവിടെ അവിടെ കൽദായർ 3 സംഘങ്ങളായി വന്ന് നമ്മുടെ ഒട്ടകങ്ങളെല്ലാം പിടിച്ചുകൊണ്ടുപോയി. ദാസന്മാരെ എല്ലാം അവർ കൊന്നുകളഞ്ഞു. ദൈവമേ, ഇവർ പറയുന്നതൊക്കെ സത്യമാണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? പ്രഭോ, പ്രഭോ! പറയൂ, ഇനി നിനക്കെന്താണ് പറയാനുള്ളത്? അമ്മയുടെ ആൺമക്കളും പെൺമക്കളും മൂത്ത സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു കൊടുങ്കാറ്റിൽ പെട്ട് വീട് തകർന്നു വീണു. അവരെല്ലാവരും അതിൽപ്പെട്ട് മരിച്ചുപോയി. നിർത്തൂ. നീ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? എന്റെ മക്കൾ, എന്റെ സഹോദരങ്ങൾ, എനിക്കെല്ലാം നഷ്ടപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിക്കും? യഹോവേ, ഈ പരീക്ഷണങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? എന്റെ സമ്പത്തും എനിക്കുണ്ടായ മക്കളും എല്ലാം അങ്ങ് തന്ന ദാനമാണ്.
എന്നിട്ടിപ്പോൾ അങ്ങ് തന്നെയെല്ലാം തിരിച്ചെടുക്കുകയാണോ? ഞാനിതെങ്ങനെ സഹിക്കും? അതെ, അതാണ് സത്യം. യഹോവ തന്നു, യഹോവ തന്നെ തിരിച്ചെടുത്തു. ദൈവമേ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനെ ഞാൻ പുറത്തു വന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും നഗ്നനായിരിക്കുന്നു. യഹോവേ, എല്ലാം അങ്ങയുടെ ഇഷ്ടം. യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ, യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ മക്കൾ, എൻ്റെ മക്കൾ എവിടെ? എവിടെ എൻ്റെ മക്കൾ? ഇവൻ ഇത്രയെല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ തള്ളി പറയുന്നില്ലല്ലോ. അവൻ ഇപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഛേ! സാത്താനെ, നീ പരാജയപ്പെട്ടിരിക്കുന്നു. മറ്റു മനുഷ്യരെ പോലെയല്ല ഇയ്യോബെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവൻ എൻ്റെ പ്രിയപ്പെട്ട ദാസനാണ്. അവനൊരിക്കലും എന്നെ തള്ളിപ്പറയില്ല. ഞാൻ എൻ്റെ പരാജയം സമ്മതിക്കുന്നു. എന്നാൽ എനിക്ക് ഒരു അവസരം കൂടി തരണം. അവന്റെ ശരീരത്തെ തൊടാൻ അങ്ങനെ അനുവദിക്കണം. അവന്റെ അസ്ഥിയും മാംസവും വേദനിച്ചാൽ അങ്ങേ അവൻ ശപിക്കും. ശരീരത്തിന്റെ വേദന സഹിക്കാനുള്ള കരുത്ത് മനുഷ്യർക്കില്ല. കൊടിയ വേദനയിൽ അവർ ദൈവത്തെ പോലും തള്ളിപ്പറയും. ശരി, നിന്നെ ഞാൻ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. അവന്റെ ശരീരത്തെ മാത്രമേ തൊടാൻ പാടുള്ളൂ. ആത്മാവിനെ സ്പർശിക്കാൻ നിനക്ക് അനുവാദമില്ല. യോബ്, നിന്റെ ശരീരം വേദനയുടെ തീച്ചുളയിൽപ്പെട്ട് ഞെരിയും. നിനക്ക് ഞാൻ സഹിക്കാൻ കഴിയാത്തത്രയ്ക്കും വേദനകൾ നൽകും. നിന്റെ ശരീരം പൊടിയും പുഴുക്കളും കൊണ്ട് ഞാൻ നിറയ്ക്കും. ഇത്തവണ നീ തീർച്ചയായും ദൈവത്തെ ശപിക്കും. ഈ പ്രാവശ്യം വിജയം എന്റെ കൂടെയാണ്. ഇതാ വെള്ളം. യഹോവേ, ഞങ്ങളോട് എന്തിനിത് ചെയ്തു? നിന്റെ കൽപ്പനകൾക്കെതിരായി ഞങ്ങൾ ഇന്ന് വരെ നടന്നിട്ടില്ല. ഈ വേദനകൾ ഇല്ലാതാക്കാൻ അങ്ങ് ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ. ഇത്രയും കഷ്ടതകളും വേദനകളും തന്ന ദൈവത്തെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചൂടെ? ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പോയി മരിച്ചുകൂടെ? വിഡ്ഢിത്തം പറയാതെ, ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് നന്മ മാത്രം കിട്ടിയാൽ മതിയോ? തിന്മകൾ തരുമ്പോൾ തള്ളിപ്പറയുന്നത് ശരിയാണോ? ഒരു പക്ഷേ ഞാൻ പാപം ചെയ്തിട്ടുണ്ടാവും. യഹോവേ, ഇവളോട് ക്ഷമിക്കണമേ. ഇതാ നിങ്ങളുടെ സ്നേഹിതൻ. നിങ്ങൾ തന്നെ ഇദ്ദേഹത്തെ ഉപദേശിച്ചാലും. ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഞാൻ ജനിച്ച ഉടനെ എന്തുകൊണ്ട് എന്നെ കൊന്നുകളഞ്ഞില്ല? ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണാതെ ഇരിക്കുന്നതായിരുന്നു ഇതിലും നല്ലത്. യോബ്, നീ ജ്ഞാനിയും എല്ലാവർക്കും നല്ല മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു നിഷ്കളങ്കനായ വ്യക്തിയായിരുന്നു.
നിന്റെ പാപം കാരണമാണ് ഇത്രയും കഷ്ടതകൾ നിനക്കുണ്ടായത്. ദൈവത്തിന്റെ മുൻപിൽ ആരും വിശുദ്ധരല്ല. ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ തൂക്കി നോക്കിയാൽ അത് കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമുള്ളതായിരിക്കും. സ്വന്തം സ്നേഹിതനെ നിങ്ങൾ വിലപേശുകയാണോ? നിന്റെ മക്കൾ ദൈവത്തിനെതിരെ പാപം ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ദൈവം അവരെ തിരികെ വിളിച്ചത്. നീ ദൈവത്തെ അന്വേഷിക്കുക. നീ സർവശക്തനോട് അപേക്ഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിനക്ക് നീതി ലഭിക്കും. അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്തിനെന്നെ ആശ്വസിപ്പിക്കുന്നു? ദൈവം എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ദൈവം നീ അർഹിക്കുന്നതിലും കുറഞ്ഞ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. നീ ആത്മാർത്ഥതയോടും പരിശുദ്ധിയോടും കൂടി ദൈവത്തിലേക്ക് തിരിയൂ. ദൈവം സകലതും നിനക്ക് തിരിച്ചു നൽകും. നീതിമാന്മാർ കഷ്ടപ്പെടുമ്പോൾ ദുഷ്ടന്മാർ നന്നായി ജീവിക്കും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും നീതിയിലും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നീ പറയുന്നത് ഞങ്ങൾ ദുഷ്ടന്മാരാണെന്നാണോ? ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും. നിനക്ക് മറഞ്ഞിരിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. ദൈവത്തിന്റെ ഈ ശിക്ഷ നിന്റെ നന്മയ്ക്കുള്ള ഒരു മാർഗമായി കാണുക. ദൈവം ന്യായവിധി വളച്ചൊടിച്ചിട്ടില്ല. നീ നീതിമാനാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതെ അതെ, ഞാൻ നീതിമാനാണ്. ഞാൻ ഞാൻ നീതിമാനാണ്. ഞാൻ നീതിമാനാണ്. ഒരു മനുഷ്യന് എങ്ങനെ നീതിമാനാകാൻ കഴിയും? ദൈവമേ, ഞാൻ ഇന്ന് എൻ്റെ സ്നേഹിതന്മാർക്ക് ഒരു പരിഹാസപാത്രമാണ്. എൻ്റെ ബന്ധുജനങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും എല്ലാം എന്നെ ഉപേക്ഷിച്ചു. യഹോവേ, ഈ വേദന എനിക്ക് സഹിക്കുന്നില്ല. എന്നെ മരണത്തിന് വിധിക്കൂ. എന്നെ മരണത്തിന് വിധിക്കൂ. എന്നെ മരണത്തിന് വിധിക്കൂ. യഹോവേ, ഇയ്യോബ്, നീ എന്തിനു വിലപിക്കുന്നു? നീ എൻ്റെ എളിയ ദാസനാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നീ തയ്യാറാകുക. ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ ഭൂമിക്ക് അടിത്തറയിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിൻ്റെ ആണിക്കല്ല് ആരാണ് സ്ഥാപിച്ചത്? നീ സമുദ്രത്തിൻ്റെ അടിയിലെ ഉറവകൾ കണ്ടിട്ടുണ്ടോ? മഞ്ഞ് ശേഖരിക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയാമോ? ആകാശത്തെയും മഴയെയും നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? പ്രകാശത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് നിനക്കറിയാമോ? അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന് എനിക്കറിയാം. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ കണ്ണുകളാൽ ഞാൻ കാണുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. അങ്ങയുടെ ചോദ്യങ്ങൾക്ക് എനിക്കുത്തരമില്ല, എനിക്കുത്തരമില്ല, എനിക്കുത്തരമില്ല. എലിഫാസ്, ബിൽദാദ്, സോഫാർ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെക്കുറിച്ച് സത്യസന്ധമായ കാര്യങ്ങൾ ഇയ്യോബിനോട് പറഞ്ഞില്ല? എന്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കണം. 7 കാളകളെയും 7 മുട്ടാടുകളെയുമായി നിങ്ങൾ ഇയ്യോബിനടുക്കിലേക്ക് പോകുക. എന്റെ ദാസനായ ഇയ്യോബ് ബലിയർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കണം. ഞാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്റെ കോപത്തിൽ നിന്നും നിങ്ങളെ മുക്തരാക്കാം.
സാധാരണ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ വീണ്ടും തോറ്റിരിക്കുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ മായാവലയത്തിൽ വീഴാതെ അവനെ എങ്ങനെ പിടിച്ചു നിന്നു. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത അത്രയ്ക്കും വേദനകൾ ഞാൻ അവന് കൊടുത്തു. എന്നിട്ടും അവൻ ദൈവത്തിലുള്ള വിശ്വാസം കൈവിട്ടില്ല. അവനൊരു അസാധാരണ മനുഷ്യൻ തന്നെ. പരാജയത്തിന്റെ പടുക്കുഴിയിലേക്ക് ഞാൻ വീണ്ടും വീണിരിക്കുന്നു. സാത്താൻ, നീ വീണ്ടും പരാജയപ്പെട്ടു. ഇയ്യോബ് എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? അവന് നഷ്ടപ്പെട്ടതെല്ലാം 4 ഇരട്ടിയായി ഞാൻ അവന് തിരിച്ചു നൽകും. അവന് വീണ്ടും മക്കളുണ്ടാകും. മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറയെ കാണുവാനുള്ള ആയുസ് ഞാൻ അവന് കൊടുക്കും. ഇനി നിന്റെ നിഴൽ പോലും അവനെ സ്പർശിക്കരുത്. സ്നേഹമുള്ളവർ, അടുത്ത ഒരു രംഗത്തോടു കൂടി ഞങ്ങളുടെ ഈ കലാരൂപം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവരെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇയ്യോബ് ജസ്റ്റിൻ വാഴപ്പള്ളി, സാത്താൻ ഹോബിൻ കടിച്ചീനി, ഇയ്യോബിന്റെ ഭാര്യ മോളിപ്പോൾ കളത്തിവേണി. ദൈവത്തിന് വേണ്ടി ശബ്ദം നൽകിയത് ഹോബിൻ തോമസ് കടിച്ചീനി. ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ അജീഷ് ആന്റണി, നിർമ്മൽ ഷാജി, മാത്യു പോൾ. ഇയ്യോബിന്റെ മക്കളും കുട്ടികളും സെനൂപ് ജീസൺ, സിയ വർഗീസ്, സിയ ബൈജു, നിയ ബൈജു, എവ്ലിൻ ഹോബിൻ, മെറീസ ഹോബിൻ, ആൻ മാത്യു, സെലിൻ മാത്യു. സേവകർ മാനുവൽ മാർട്ടിൻ, തോബിത് തോമസ്, ജോൺ ബെന്നി, വിപിൻ വർഗീസ്. എഡിറ്റിംഗ് ആൻഡ് ഡബിംഗ് ഹോബിൻ തോമസ്. വീഡിയോ എഡിറ്റിംഗ് ത്രേസ്യ ആൻഡ് മാത്യു വെള്ളാനിക്കാരൻ. രംഗസജ്ജീകരണം ജോഷി കൊച്ചുപറമ്പിൽ, പോൾ കളത്തിവീട്ടിൽ. വസ്ത്രാലങ്കാരം റാണി ജസ്റ്റിൻ. മേക്കപ്പ് സിസ്മോൾ ഹോബിൻ, നിമ്മി മാർട്ടിൻ. സംവിധാന സഹായികൾ ഹോബിൻ തോമസ്, നിർമ്മൽ ഷാജി. തിരക്കഥ, സംഭാഷണം, സംവിധാനം ജസ്റ്റിൻ വാഴപ്പള്ളി. ഡബ്ബിംഗ് സജ്ജീകരണം ഒരുക്കിത്തന്ന ടോണി സാറിന് പ്രത്യേക നന്ദി. നിങ്ങൾ അവിടെ പോയി ബലിയർപ്പിച്ചോളൂ. എൻ്റെ കർത്താവായ ദൈവമേ, ഈ ദഹനബലി അങ്ങ് സ്വീകരിച്ചാൽ എൻ്റെ സുഹൃത്തുക്കളായ ഈ 3 പേരുടെയും മേൽ അങ്ങേക്കുള്ള ക്രോധം ശമിപ്പിച്ച് അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ ദുരിതപൂർണമായ അവസ്ഥ കണ്ട് മനസ്സ് വേദനിച്ചത് കൊണ്ടാണ് അവർക്കങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. അവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവരോട് ക്ഷമിക്കണമേ. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഹോദരങ്ങളെ, ഓരോ സന്തോഷങ്ങളും ആഘോഷങ്ങളും ദൈവം നമ്മൾക്ക് തരുന്ന ദാനമാണ്. നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ കഷ്ടതകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ദൈവം നമ്മളെ സമ്പത്ത് നിന്ന് അനുഗ്രഹിക്കുമ്പോഴും കഷ്ടതകളിൽ നിന്ന് വേദനിപ്പിക്കുമ്പോഴും നമ്മൾ അവനെ മുറുകെ പിടിക്കുക. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ദൈവത്തോടുള്ള ആ വിശ്വാസത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതിനുള്ള സാക്ഷ്യമാണ് ഇയ്യോബ് എന്ന ഈ ഞാൻ